നിഷാദ് റാവുത്തറുണ്ട് തത്സമയ വിവരങ്ങളുമായി. നിഷാദ്, ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തി? വലിയ ആൾക്കൂട്ടം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? വേണു, തീർച്ചയായും ഏതാണ്ട് എല്ലായിടത്തും തന്നെ വലിയ ആൾക്കൂട്ടം വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള സമയക്രമം ഇപ്പോൾ പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഏറ്റവും കുറഞ്ഞത് പുലർച്ചെയാവും ആലപ്പുഴയിലെ അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ, അടുത്ത സ്ഥലത്തേക്ക് എത്താൻ ഉറപ്പിക്കുന്നു. ഇപ്പോൾ പലയിടത്തും പാർട്ടി ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തീരുമാനിച്ചിട്ടുള്ള ചില പോയിന്റുകളുണ്ട്. അതിന് പുറത്തും വലിയ തോതിൽ ആൾക്കൂട്ടം പി എസ് എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ തീരുമാനിച്ച ഒരു സമയക്രമത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതല്ല ഇപ്പോഴുണ്ട് എന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചയോടുകൂടി മാത്രമേ ഇപ്പോൾ അവിടെ എത്തൂ. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ പോയിന്റുകൾ, കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ വി എസിന്റെ തട്ടകമാണ് അവിടേക്ക് എത്തുന്നു. ആലപ്പുഴയിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ, മലബാറിലും ഒക്കെ ഉള്ള ആളുകൾ അവസാനമായി അന്തിമോചനം അർപ്പിക്കാൻ എത്തുന്നുണ്ടാവുക. അപ്പൊ ആ ജനക്കൂട്ടത്തെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം വി എസിന്റെ അടുത്ത പൊതുദർശന സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ വാഹനത്തിനെത്താൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അധികം സമയമെടുക്കുക തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നാളത്തെ ഷെഡ്യൂളിനെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. ഇന്ന് രാത്രി കുറച്ചുകൂടി നേരത്തെ എത്തി പി എസിന്റെ വീട്ടിൽ ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിയുന്ന സംഗതി കുറയും. പി എസിന്റെ വീട്ടിലെ പൊതുദർശനത്തിന് സമയം കുറയുന്നേ കാണാൻ പറ്റൂ. നാളെ ഇപ്പോൾ ക്രിയേഷൻ ക്ലബിലെ പൊതുദർശനമൊക്കെ സാധാരണ നിശ്ചയിച്ച സമയത്ത് തന്നെ പുരോഗമിക്കുകയും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ ഒരു പക്ഷേ ഇത് ബാധിക്കാനുള്ള സാധ്യത നമുക്ക് കുറവാണ് കാണാൻ കഴിയുക. വീട്ടിലെ പൊതുദർശനത്തിന്റെ സമയം അല്പം കുറയും എന്നാണ് കാണേണ്ടുന്ന കാര്യം. ഈ നമ്മളിപ്പോ കടന്നു വരുന്ന വഴിയിൽ കുറച്ച് മഴ പെയ്തപ്പോൾ കുറച്ചൊക്കെ ചില ആൾക്കാർ പല സ്ഥലത്തേക്ക് മാറുന്നു. പക്ഷെ മഴ നിന്നു. കൂടുതൽ പോയിന്റുള്ള ആളുകൾ കാത്തു നിൽക്കുന്നത് കാണുന്നു. ടെലിവിഷൻ സ്ക്രീനിൽ തത്സമയം ഇതിന്റെ അപ്ഡേറ്റ് മുഴുവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ആളുകൾ അത് കണക്കുകൂട്ടിയാണ് പല സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പങ്കാളിത്തം തെരുവോരങ്ങളിൽ കാണാൻ കഴിയും. നമ്മളിപ്പോ കഴക്കൂട്ടത്തിൽ കടന്നു വന്നപ്പോ ഒരു IT മേഖലയാണ്, ചെറുപ്പക്കാരുടെ വലിയ നിര വി എസ് അച്യുതാനന്ദന് വേണ്ടി. അപ്പൊ ഒരു കൗതുകത്തിന് കാത്തു നിൽക്കുന്നവരാണോ എന്ന നിലയ്ക്ക് നമ്മൾ നോക്കിയല്ല. അതിൽ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത്, കൈ ഉയർത്തി ഒറ്റയിരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കാണും. എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിച്ച ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കാണുന്ന വൈകാരികമായ പ്രതിഫലനങ്ങളാണ് നമ്മൾ കാണുന്നത്. വി എസ് അച്യുതാനന്ദൻ ഏതൊക്കെ ജീവിത മേഖലകളെ, അവിടേക്കുള്ള ഏതൊക്കെ മനുഷ്യരെ സ്പർശിച്ച് കടന്നുപോയ ഒരാൾ, ആരുടെയൊക്കെ ജീവിതാനുഭവങ്ങളെ സ്പർശിച്ച് കടന്നുപോയ ഒരാൾ എന്നത് വ്യക്തമാക്കുന്നതാണ് തെരുവോരങ്ങളിൽ അണിനിരന്നിട്ടുള്ള ഈ വലിയ ജനാവലി എന്ന് കാണാം. അത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മുടെ വി എസിനെ ഒരു ആരാധിക്കുന്ന മനുഷ്യർ, സ്നേഹിക്കുന്ന മനുഷ്യരെക്കാൾ ഉപരി ആരാധിക്കുന്ന വലിയ ജനക്കൂട്ടങ്ങളുള്ള സ്ഥലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഇറുകിയാണ് യാത്ര പോകുന്നത് എന്ന് പറയാം. അവർ സമയം മാനേജ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ കണ്ടതുപോലെ ആളുകളില്ലാത്ത നേരത്തെ വൈകുന്നേരം വരുമ്പോൾ ആളുകളില്ലാത്ത ഒരു സ്ഥലം ഉണ്ടായില്ല. ഒറ്റയ്ക്കും ആളുകൾ, അല്ലെങ്കിൽ വലിയ ആളുകൾ. പക്ഷെ ഇപ്പൊ നമ്മൾ കടന്നു വരുമ്പോൾ കാണാം പല സ്ഥലത്തും എല്ലായിടത്തും ആളുകളില്ല, പോയിന്റുകളിലാണ് ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിലൊരു ഓടി ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നിലവിലെ ഷെഡ്യൂൾ പാളി. സമയം 9 മണിയായല്ലോ, അവിടെ എത്താനുള്ള സമയമൊക്കെ ആലോചിച്ച് ആ സമയം എത്തി. എന്തായാലും നാളെ ആകും കാര്യത്തിൽ തർക്കമില്ല അവിടെ എത്തി. പി എസിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പള്ളിപ്പുറത്തെത്തുന്നു. ആകെ 27 പോയിന്റുകളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ വിലാപയാത്ര വാഹനം നിർത്താം എന്ന് പ്ലാനിട്ടിരുന്നത്. അതിലിപ്പോൾ 16 പോയിന്റുകൾ കഴിയുന്നതേയുള്ളൂ. ഇനിയും 11 പോയിന്റുകൾ ബാക്കിയുണ്ട്. എന്ന് വെച്ചാൽ തിരുവനന്തപുരം തന്നെ പകുതി പിന്നിട്ടതേയുള്ളൂ. തിരുവനന്തപുരത്ത് മാത്രം ഇനി നേരത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഒരു 11 പോയിന്റുകൾ കൂടി പിന്നിടേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിർത്തിയ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 12 മണിയാകും തിരുവനന്തപുരം ജില്ല തന്നെ പിന്നിടണമെങ്കിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. നിഷാദ്, അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ വിലാപയാത്ര നിർത്തിയിരുന്നോ നിഷാദോ, പതുക്കെ പോവുകയാണോ ചെയ്തത്? മഴ വിലാപയാത്രയെ ബാധിച്ചിട്ടില്ല സൈഫുദ്ദീൻ. പക്ഷെ ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പല ആൾക്കാരും പെട്ടെന്ന് ഓടി മാറുക, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു കുറവ് സംഭവിച്ചു ചോദിച്ചാൽ വിലാപയാത്രയുടെ സ്മൂത്ത് മൂവിനെ അതൊന്നും എനിക്ക് ബാധിച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ആളുകൾ ഇപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയൊക്കെ ആളുകൾ ഒക്കെ സമയം കണക്കാക്കി കാത്തിരിക്കുന്നു. പലയിടത്തും വലിയ പന്തലൊക്കെ കെട്ടി ആളുകൾ കസേരയൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പി എസിന് വേണ്ടി വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വലിയ തോതിൽ ആളുകൾ ഇപ്പൊ പെട്ടെന്ന് നോക്കിയാൽ വിസിബിൾ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ടെലിവിഷൻ സ്ക്രീനിൽ ഇതിന്റെ അപ്ഡേറ്റ് വേണ്ടി അവൈലബിൾ ആണ്. ഏത് സമയത്ത് എവിടെ വന്നു അതൊക്കെ അറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അത് കണക്ക് കൂട്ടിയിട്ടാണ് ആളുകളുള്ളത്. എന്തായാലും
ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ജില്ലയുടെ പല ഭാഗത്ത് ഇനിയും വലിയ ആൾക്കൂട്ടങ്ങൾ വികസനം കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളോട് അഡ്വാൻറ്റേജ് തരികയാണ്. വരുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ കൂടി നിൽക്കുന്നത്, ഇങ്ങനെ കാത്തിരിക്കുന്നത്, പന്തലിരുത്തിയിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും തിരുവനന്തപുരം ജില്ല കടക്കുക എന്ന ഏറ്റവും ഉറപ്പായിട്ടും 2 മണിക്കൂർ കൂടി 2-3 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ തിരുവനന്തപുരം ഈ നിലയ്ക്ക് പോയാൽ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കണ്ടതാണ്. അത് പ്രഖ്യാപിച്ച ഒരു ഷെഡ്യൂളും അതിനെ പാലിക്കാൻ കഴിഞ്ഞില്ല. വലിയ ജനക്കൂട്ടം തെരുവുകൾ വന്ന് നിറഞ്ഞു. വാഹനം തടയുക എന്നൊക്കെ പറയില്ല, ലിറ്ററലി വാഹനം തടയുന്നത് പോലെ ആൾക്കൂട്ടം വന്നു ചേർന്നത് നമ്മൾ പല സ്ഥലത്ത് കണ്ടു. ഇവിടെ കഴക്കൂട്ടത്തേക്ക് ഒരു ജനക്കൂട്ടം എന്ന് വിളിച്ചാൽ പറയുന്നത് ജനസാഗരം എന്ന് വിളിക്കണം. അത്രയും വലിയ തോതിൽ ആളുകൾ തെരുവിൽ നിൽക്കുന്നു. അതിന്റെ ഓവർ ബ്രിഡ്ജിലൊക്കെയും ആളുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടു. VSനെ അവസാനമായി ഒന്ന് കാണാൻ. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ആരായിരുന്നുവെന്ന്, അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ കോറി കടന്നു പോകുന്നത് എന്നതിന്റെ കാഴ്ചയായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും. VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ സവിശേഷമായി ജനങ്ങൾക്കിടയിൽ നിന്ന ഒരു നേതാവാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തുനിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുകയല്ല, പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്കും ഒരു കാലെടുത്ത് വെച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിയ ഒരാൾ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചെന്നു ചേരാൻ കഴിയുമായിരുന്ന വിധം ലിബറൽ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു നേതാവ്. പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ, പാർട്ടിയുടെ കാർക്കശ്യങ്ങൾ, കണിച്ചതകൾ, അതിന്റെ പ്രയോക്തമായിരുന്നില്ല എപ്പോഴും VS അച്യുതാനന്ദൻ. അത് തന്റെ പ്രവർത്തന പഥത്തിന് വിലങ്ങുതടിയാകുന്ന ഘട്ടത്തിലൊക്കെ അതിനെ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ, ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവാണ്. അതാണ് VS അച്യുതാനന്ദന് ജനങ്ങൾക്കിടയിലുള്ള ബന്ധം. ആ ബന്ധത്തിന്റെ ഒരു തിരിച്ചുകിട്ടലാണ്. അങ്ങോട്ട് എന്താണോ കൊടുത്തത്, ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം കീറി വെച്ച ചാലുകളിലൂടെ അതേ മനുഷ്യർ തിരിച്ചിങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നതിന്റെ കാഴ്ചയാണ്. അദ്ദേഹം തുറന്നു വെച്ച വാതിലുകളുണ്ടല്ലോ, തുറന്നു വെച്ച ജനാലകളുണ്ടല്ലോ, അതുവഴി ജനക്കൂട്ടം ഇരച്ച് തിരിച്ചു കയറി വരുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ എല്ലാവർക്കും പ്രാപ്യനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ് തിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത പടങ്ങൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് മനുഷ്യർക്ക് പറ്റി. അത് അപൂർവതയാണ്. കാരണം VS അച്യുതാനന്ദനെ പോലെ കേരളത്തിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം സുരക്ഷാ വലയങ്ങളുടെ ഒരർത്ഥത്തിലുള്ള തടങ്കൽ പാളയത്തിലും ആയിരുന്നില്ല. ആളുകൾക്ക് എപ്പോഴും കയറി ചെല്ലാമായിരുന്നു, പരാതികളുമായി ചെല്ലാമായിരുന്നു, സ്നേഹവായ്പകളുമായി ചെല്ലാമായിരുന്നു, മാധ്യമങ്ങൾക്ക് ചെല്ലാമായിരുന്നു. എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വാതിലാണ്. ആ വാതിലിലൂടെ ജനം ഇപ്പോൾ അദ്ദേഹം വിട്ടുപോകുന്ന ഘട്ടത്തിൽ ഇരച്ചു കയറി വരികയാണ്. VS നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കാൻ. VS അച്യുതാനന്ദൻ ആ നിലയ്ക്ക് ഒരുതരം കേരളത്തിന്റെ ആ അജ്ഞണരായ മനുഷ്യർ, ആശ്രയം നഷ്ടപ്പെട്ട മനുഷ്യരുടെ രക്ഷാകർത്തൃ ബിംബം എന്ന് നമുക്ക് പറയാം. അത് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, ഏതെങ്കിലും നിലയ്ക്ക് ആസൂത്രിതമായി ഉണ്ടാക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന്, അവരുടെ ജീവിത വഴികളിലേക്ക് നേരിട്ട് നടന്നു കയറി ചെന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയുടെ പിൻബലത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ജനകീയ അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും ഏതെങ്കിലും നിലയ്ക്ക് അദ്ദേഹത്തെ അകറ്റി നിർത്താൻ ആർക്കും കഴിയാത്ത വിധം സർവസ്വീകാരനായ ഒരാൾ,